ഇത്ര നേരം ഇങ്ങനെയൊക്കെ എന്താണ് സംസാരിച്ചത്? ഹലോ അങ്ങനെയൊക്കെ ഒരു ദൃശ്യാണ് നായിക എന്ന് അറിഞ്ഞപ്പോഴുള്ള ഒരു റിയാക്ഷൻ. ഞാന് ആദ്യമായിട്ട് റൊമാൻസ് ചെയ്യാണ്. അപ്പൊ അങ്ങനത്തെ ഹീറോയിൻ കുറച്ച് കൊറോണ വേറൊരു ടേമില് വേറൊരു ട്യൂണില് പരിപാടി ചെയ്യണം എന്ന് ആലോചിക്കാറുണ്ട്. വിചാരം ബാംഗ്ലൂർ പോണ വേറെ എന്തിനോ ബാംഗ്ലൂർ ക്യാരക്ടറിലായി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആവണം. എന്നാലും സിനിമ ഇറങ്ങുന്നതോടുകൂടിട്ട് ഇറങ്ങുമ്പോ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കും. അനായാസമായി വളരെ അത്ഭുതകരമായി റൊമാൻസ് ചെയ്യുന്ന മലയാളത്തിലെ ഒരു നായിക. ഞാൻ ആ ഒരു ഇവരൊക്കെ എന്നെ തളവൈബെന്നാ വിളിക്കുക. ഇല്ല പ്രായമില്ല. ഇവര് ലവ് ലെറ്റർ ഒക്കെ സമയത്തുണ്ട്. ഞങ്ങളൊക്കെ മെസ്സേജ് അവിടെ ഇരിക്കുന്നേ ഇങ്ങനെ ലെറ്റർ ഇങ്ങനെ എഴുതി നമ്മളിങ്ങനെ ഇങ്ങനെ വായിച്ചിങ്ങനെ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി വലിയൊരു സംഭവം അങ്ങനെയല്ല. അങ്ങനെയൊന്നും അല്ല. ചോദ്യം കറക്റ്റ് പറയും. ചോദ്യതല്ലേ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ വിശ്വാസം ഉണ്ടോ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടോ? പറഞ്ഞപ്പോഴേ അറിയാം അമ്മാവൻ അല്ല പറഞ്ഞു മറ്റേ അണ്ടർ വാട്ടറിലൊക്കെ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്. പോയിരിക്കും. കാരണം ഇവിടെ നല്ല എക്സ്പീരിയൻസ് അവരിങ്ങനെ ഓരോ തമാശയും അതും ഇതൊക്കെ പറയണേക്കാൻ. നമ്മുടെ ലൊക്കേഷനിൽ കാർത്തിയായി എക്സ്പ്ലെയിനബിൾ മാറ്റി ഒറ്റ കൊടുത്താ ആകാശദീപങ്ങൾ സാക്ഷി എന്ന് പറഞ്ഞ പാട്ടിന് വൺ ഡാൻസ് ആയിരുന്നല്ലോ. അതറിയില്ല. ആകാശദീപം വൺ ഡാൻസ്. ഹായ് ഹലോ, ദിസ് ഇസ് ആഷിഖ്. യു വാച്ചിങ് സ്കൈലാർക്ക് പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്സ്. അപ്പോൾ അതിഭീകര കാമുകൻ വരികയാണ്. വിശേഷങ്ങളുമായി ചേരുന്നു ടു ഡയറക്ടേഴ്സ്. നിതിൻ സാറുണ്ട്, ഗൗതം സാറുണ്ട്, ദൃശ്യ, ലുക്മാൻ ആൻഡ് അശ്വിൻ. വെൽക്കം. പോരട്ടോ ഇന്റർവ്യൂ രാവിലെ തൊട്ട് ഇരുന്നിട്ടേ ഇത്ര നേരം ഇങ്ങനെയൊക്കെ എന്താണ് സംസാരിച്ചത്? ഹലോ ലുക്കിനറിയാം. കുറച്ച് ഒന്നുകൂടി നീ എന്തോ ഒരു മാറ്റം കൂടി വെച്ചു. അതാണെന്നല്ലേ എനിക്കിപ്പോ മനസ്സിലായി, ആളെ മനസ്സിലായി. ഐക്കോണിക്കായി. ഓക്കെ, സോ അതിഭീകര കാമുകൻ നവംബർ 14 ശിശുദിനാണ്. അപ്പൊ ശിശുദിനല്ലേ? അതെ, ശിശുദിനാണ്. അപ്പൊ ശിശുദിനത്തിന് റിലീസ് ആവുകയാണ് പടം. അതിഭീകര കാമുകൻ എത്രത്തോളം ഭീകരാണ് സർ? അതാണ് ആ ടൈറ്റിലുള്ളത്, അതിഭീകര കാമുകൻ. അതന്നെ ഒരു ഭീകര കാമുകനാണ്. അതെല്ലാം പ്രേക്ഷകരെ ഏറ്റെടുത്താലാണ് ഭീകരാവുള്ളൂ. അത് നമ്മള് പ്രതീക്ഷയുണ്ട് പ്രേക്ഷകരെ ഏറ്റെടുക്കുന്നു. അതെല്ലാം ഇനി പ്രേക്ഷകർ കണ്ടിട്ട് വിലയിരുത്തട്ടെ. നമുക്കിപ്പോ ഈ രണ്ട് ഡ്യുവോ സംവിധായകന്മാര് നമുക്ക് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് നാളേക്ക്. നമുക്ക് മുമ്പ് ഒരുപാട് മലയാള സിനിമ ചരിത്രം എടുത്തു നോക്കിയാൽ ഒരുപാട് ആളുകൾ നമുക്ക് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും നിങ്ങളൊരു കൊളാബറേഷനും കണക്ഷൻ എങ്ങനെ സംഭവിക്കുന്നത്? ഞങ്ങളൊരു യാത്രയിലാണ് ശരിക്കും ഗൗതം വേറൊരു പരിപാടി ഡയറക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇരുന്നത്. ഒരു സ്വന്തമായിട്ടൊന്ന് അതായത് നമ്മുടെ ഇതിന്റെ തന്നെ റൈറ്റർ, ഇതിന്റെ സെയിം റൈറ്റർ സുജയ് റൈറ്ററാണ്. അപ്പൊ ഞാനും സുജയും ഹനീഫ ജേനിയുടെ അസോസിയേറ്റ്സ് ആണ്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും ഓൾറെഡി പരിചയമാണ്. അപ്പൊ നമ്മള് സുജയുടെ സ്ക്രിപ്റ്റില് ഞാൻ ഡയറക്ട് ചെയ്യാൻ വേണ്ടി ഒരു പടം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോ ഡിസ്കസ് ചെയ്തിട്ട് ഇതിൽ
ലാൻഡ് ആ യാത്രയിൽ തിരിച്ചു വരുമ്പോഴാണ് ചുമ്മാ അങ്ങനെ കഥ പറഞ്ഞപ്പോ പിന്നെ ഗൗതമിന് അത് ഭയങ്കര അതെ, എനിക്ക് ഭയങ്കരമായിട്ട് ഹുക്കായ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ പിന്നെ നമ്മളെന്നാ ഒരുമിച്ച് എല്ലാവരും കൂടി ചെയ്യാന്നുള്ള ലെവലിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ. അതെ അതെ. സോ നമ്മള് ക്യാമ്പസ് മൂവീസ് മലയാളത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഒരു ക്യാമ്പസ് കാണുന്നു, ക്യാമ്പസ് രാഷ്ട്രീയം കാണുന്നു. ലുക്കു അതിലൊരു നായകനാകുക എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സത്യം. സോ എങ്ങനെയുണ്ട് പടം, എങ്ങനെയാണ് പരിപാടി? എങ്ങനെ പടം തന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും സിനിമ സ്വപ്നം കാണുന്ന മുതലേ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിക്കുമല്ലോ, ഇങ്ങനത്തെ സിനിമ ചെയ്യണം, അതെ ഫൈറ്റ്, ആൾക്കാർ ഇടിച്ചിടുന്നു, പിന്നെ മാസിൽ തിരിഞ്ഞു നോക്കുന്നു, അങ്ങനെ അതുപോലെ തന്നെ സെയിം നമ്മളിങ്ങനെ റൊമാൻസ്, ഒരു നായികയുടെ പുറകെ നടക്കുന്നു, പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു, പ്രണയം പറയുന്നു, അതൊക്കെ നമ്മളിങ്ങനെ അഭിനയിച്ചു നോക്കുമല്ലോ കണ്ണാടിക്ക് മുന്നിലും. എന്നായിരിക്കും ഇങ്ങനത്തെ ഒക്കെ വരിക. പക്ഷെ ഇത് കുറച്ച് വൈകിയെങ്കിലും ഇത് വന്നപ്പോ ഞാൻ ഭയങ്കര ഫ്രഷ് കഥ ഒന്നല്ല. നമ്മൾ കണ്ടിട്ടുള്ള പ്രണയം പരിപാടിയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ക്യാമ്പസും. പക്ഷെ അതായത് കംപ്ലീറ്റ് ഒരു ക്യാമ്പസ് ചിത്രമൊന്നും അല്ല, എന്നാ പക്ഷെ ക്യാമ്പസും സിനിമയിൽ ഉണ്ടെന്നുള്ളത്. അപ്പൊ അങ്ങനെ വന്നപ്പോ ആസ് എൻ ആക്ടർ നമ്മളെ ഒരു ആഗ്രഹമുള്ള ഒരു നടൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഭയങ്കര ലൈഫിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു സാധ്യത ഒന്നും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് CC ആണ് ആദ്യം വരുന്നത്. ഇവര് ഇത് വന്ന് കഥ പറയുമ്പോൾ തന്നെ എനിക്ക് ഓൾറെഡി കൊറോണ ധവാന്റെ ഒരു അനുഭവം ഉണ്ട്. ആക്ച്വലി അവരെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ അനുഭവം ഉണ്ട്. ആ അനുഭവം നല്ല അനുഭവം. അതെന്താന്ന് വെച്ചാൽ ഇവരവിടെ പോയി കഴിഞ്ഞാല് ഒരു ഭയങ്കര സിനിമ സെറ്റ് അല്ല, അത് ഐ മീൻ ഒരു നാടനാണ്. അതായത് കൊറോണയുടെ സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ അതന്നെ, നാട്ടുകാരൊക്കെ കൂടി ഒപ്പം ഉണ്ടാവും, കൂടെ വർക്ക് ചെയ്യാനും ഇതിനൊക്കെ നാട്ടുകാരുണ്ടാവും. നമ്മൾ അവരുടെ അടുത്ത് ഒരാളായിരിക്കും. നമ്മൾ വീട്ടിൽ പോകും, ഇവന്റെ അമ്മനെ അറിയാം, ഇവരെ കൂട്ടുകാരെ അറിയാം, അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഈ സിനിമ പക്ഷെ കൊറോണ ധവാനിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ്. അത് CC വന്ന് ഈ കഥ പറയുമ്പോഴാണ് ഞാൻ ചിന്തിച്ചു പോയി പെട്ടെന്ന്, CC പ്രണയോ അങ്ങനെയൊക്കെ ഒരു അങ്ങനെ ടോക്കുന്നൊക്കെ. അങ്ങനെ നോക്കുമ്പോ എന്താ വെച്ചാൽ സുജയുടെ ലൈഫിൽ നടന്ന കഥ. ജയ് പൂക്കിയല്ലേ സുജയ് ക്രിഞ്ച് എന്ന് പറയണെങ്കിൽ ഇൻ ദ സെൻസ് പ്രണയം എന്ന് പറഞ്ഞ ക്രിഞ്ചാണല്ലോ. നമ്മളിപ്പോ വീട്ടില് പ്രണയിച്ചോണ്ടിരിക്കുമ്പോ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴുള്ള നമ്മളെന്ന് പറഞ്ഞ പുറത്തുള്ള നമ്മളല്ലല്ലോ. അങ്ങനെ ആലോചിച്ച് നാളെ കാണണം എന്നൊക്കെയുള്ള സീൻ ഉണ്ടാവില്ല. അതൊക്കെ അങ്ങനത്തെ ചില സീൻസ് ഒക്കെ വരുമ്പോ ഞാൻ ഇങ്ങനെ ചോദിക്കും ഇവരോട്, അതെങ്ങനെ ഇത് കുറച്ച് ക്രിഞ്ചല്ലേ നമ്മള് ഇപ്പൊ അപ്പോഴാ സുജയത് ഞാൻ റിയൽ ലൈഫാണ് ഇത്, ഞാൻ പകുതി എഴുതിയിട്ടുള്ളൂ, ഒന്നും നോക്കണ്ടെന്ന് പറയും. അപ്പൊ അങ്ങനെ ഭയങ്കര രസമായിട്ട് ചെയ്തൊരു പടമാണ്. അപ്പൊ പക്ഷെ ഇത് വെറും ഒരു പ്രണയം മാത്രമല്ല, പ്രണയത്തിന്റെ പല ഫേസ് ഉണ്ട്. പ്രണയത്തിന് നമുക്ക് സന്തോഷം മാത്രമല്ല, സങ്കടങ്ങൾ ഉണ്ടാവാം, പല ഇമോഷൻസ് ഉണ്ടാവും, ബ്രേക്കപ്പ് ഉണ്ടാവും, നമ്മുടെ വൺ സൈഡ് ലവ് ഉണ്ടാവാം. പ്രണയത്തിന് പല ഏരിയാസ് ഉണ്ടല്ലോ. അപ്പൊ കുറെ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് സിനിമ. അശ്വിൻ, ഒരു കൂട്ടുകാരനാണെന്ന് നമുക്ക് ട്രailer-ൽ നിന്ന് മനസ്സിലാകും. എന്ത് ടൈപ്പ് ഓഫ് കൂട്ടുകാരനാണ്? കൂട്ടുകാരൻ ഇപ്പൊ എല്ലാ നാട്ടിലും ഉണ്ടാവും ഇതുപോലെ ഒരുത്തൻ, ഇത് എന്തിനും ഏതിനും കൂടെ വയ്ക്കുന്ന അതുപോലെ ഒരുത്തൻ. അല്ല എനിക്ക് എല്ലാവരുടെ ഇടയിലും ഉണ്ടാവും അങ്ങനത്തെ ഒരു. ശ്രീകുട്ടൻ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അപ്പൊ അങ്ങനത്തെ ഒരു ശ്രീകുട്ടൻ എല്ലാ സർക്കിളിലും ഉണ്ടാവുന്ന ഒരു നാടൻ, നാട്ടുപുറത്തിന് പോലും വേണ്ടാത്തൊരു നാടൻ, അങ്ങനത്തെ ഒരു നാടൻ ക്യാരക്ടറാണ്. നാട്ടിൽ നിന്ന് ഉള്ളോട്ട് കുഴിച്ചു പോകുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ലുക്കുവിന്റെ ക്യാരക്ടറാണ് ആളുടെ വേൾഡ്. അപ്പം അതിൽ തന്നെ അഡിക്റ്റ് ആയി നിൽക്കുന്ന ഒരു ക്യാരക്ടർ. അതെ, ഞാൻ കോളേജിൽ പറഞ്ഞ സമ്മതിക്കില്ല. ശരിക്കും അങ്ങനത്തെ ആൾക്കാരുണ്ട്. നമ്മൾ ഇവിടുന്ന് പോയാല് അവരുടെ സർക്കിൾ പോകും. അതാണ് ശരിക്കും നമ്മള് നമ്മുടെ ജോലി, നമ്മുടെ ഒരു ഇതൊക്കെ വിട്ടിട്ട് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരാനൊക്കെ അതാ ഭയങ്കര ഇൻട്രസ്റ്റ് ആണെന്ന ഒരു ഏരിയ. അതെ, ഒരാളങ്ങനെ വേണം തിരിച്ചു വിളിക്കാൻ. ദൃശ്യ ശരിക്കും ഞാൻ ദൃശ്യ കുറെ നാൾക്ക് ശേഷം ഇൻസ്റ്റയില് കാണുന്നുണ്ട്. അതല്ലാതെ കണ്ടത് ഇതിന്റെ പൂജക്കാണ്. എനിക്കൊന്ന് മാർച്ച് മാസത്തിലാണ് നമ്മളെല്ലാരും മാത്രം കണ്ടോളൂ. അല്ല, ദൃശ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാല് ആളുകളെ സിനിമ തേടി. ഇപ്പൊ ലുക്കുനൊക്കെ ചരിത്രം ചോദിച്ചാൽ അറിയാം, എറണാകുളത്തും കൊച്ചിയിലൊക്കെ എത്ര നാള് ഓക്കെ. അപ്പൊ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ആളുകൾ സിനിമയിലേക്ക് വരുന്നത്. ആളുകൾ എപ്പോഴും സിനിമയെ തേടി പോകുന്ന ആളുകളാണ്. അവിടെയാണ് സിനിമ തേടി വന്ന ഒരാളാണ് ദൃശ്യ, അല്ലേ? ശരിയല്ലേ? ഓക്കെ. അപ്പൊ അതിനുശേഷം ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്തു. സ്വാഭാവികമായിട്ടും എത്രത്തോളം ദൃശ്യ സിനിമയെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു?
അത്രയാണോ അത്ര ആ തൂക്കം എത്രയാണോ? ക്വസ്റ്റ്യൻ ഒക്കെ അത്ര ഇപ്പൊ കണ്ടത് എത്ര കണ്ട് എല്ലാം മനസ്സിലായില്ല, ചോദ്യം മനസ്സിലായില്ല. ഒക്കെ കിട്ടൂല. മനസ്സിലായി. അളവ് മനസ്സിലായി. അളവ് മനസ്സിലായി. എത്രത്തോളം എത്രത്തോളം? കിലോയാണോ മില്ലിമീറ്റർ ആണോ അങ്ങനത്തെ ഒരു ലിറ്റർ ആ ഓക്കെ പോട്ടെ. ഇത്ര കൊടുത്തതിന്റെ പൊന്നു ദൃശ്യ ഞാൻ കൊടുത്തല്ലോ ഇത്ര മിസ് ചെയ്തു. ഇത്രയും miss ചെയ്തില്ല. Okay. ശരിക്കും ലുക്കുവിനെ കാണുന്നതും ഫസ്റ്റ് ടൈം അല്ലേ? ഐ മീൻ പൂജയുടെ സമയത്താണ്. ഫസ്റ്റ് ടൈം ആണ് ആണ്. ഗുജറാമേത്ത ഓക്കെ, ലുക്ക് കുറച്ചുകൂടെ ഒരു റിസർവ്ഡ് ആണ് ചില സമയങ്ങളിൽ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഐസ്? അല്ല അല്ല ഭയങ്കര എക്സ്ട്രോവേർട്ട് ആവും ആദ്യം. ശരിക്കും? ഭയങ്കര എക്സ്ട്രോവേർട്ട് ആദ്യം ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ട് അഭിനയിക്കും. പിന്നെ തനി ക്യാരക്ടർ പിടിച്ചാ ഭയങ്കര ഭയങ്കര എക്സ്ട്രോവേർട്ട്, ഓപ്പോസിറ്റ് ടു അർജുനാണ്. എങ്ങനെ ഐസ് ബ്രേക്കിംഗ് എങ്ങനെയായിരുന്നു? ലുക്ക് ആയിട്ടുള്ള ഒരു ഐസ് ബ്രേക്കിംഗ് എങ്ങനെയായിരുന്നു? അതും ഇങ്ങനെ ചെയ്ത് ഐസ് ബ്രേക്കിംഗ് അങ്ങനെ ആയി. ഓക്കെ, ദൃശ്യാണ് നായിക എന്ന് അറിഞ്ഞപ്പോഴുള്ള ഒരു റിയാക്ഷൻ എന്തായിരുന്നു? കാണിക്കും. അയ്യോ, എങ്ങനെയായിരുന്നു എനിക്കറിയണം. അതാണ് സത്യം പറയുന്നത് സത്യം ഓക്കെ. അപ്പൊ ദൃശ്യം എന്ന് പറഞ്ഞല്ല, ഞങ്ങൾ ആദ്യം കുറെ ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഹീറോയിന്റെ കാര്യത്തില്. നമ്മൾ ഈ കഥ വന്ന് പറഞ്ഞപ്പോഴും ഒരു മിനിറ്റ് മാല കുടി ഇതാണ് മാഗ്നറ്റാ മാഗ്നറ്റ് അങ്ങനെ നോക്കി. അപ്പൊ നോക്കി നമ്മള് കൊറേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഈ സബ്ജക്ട് പറഞ്ഞപ്പോഴേ ഹീറോയിൻ ഭയങ്കര ഇമ്പോർട്ടന്റ് എന്നുള്ളൊരു ഡിസ്കഷൻ വന്നായിരുന്നു. നമുക്കിങ്ങനെ പുതിയ ആളിലോട്ട് പോവാം, സ്ഥിരം കാണരുത്, ഭയങ്കര ഒരു റൊമാൻറ്റിക് പരിപാടിയാണല്ലോ. ഞാന് ആദ്യമായിട്ട് റൊമാൻസ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ഹീറോയിൻ കുറച്ച് കൊറോണ ശ്രുതി ശ്രുതി പാലത്തിന്റെ അടി, അത് പാലത്തിന്റെ അടിയിലല്ലോ, വീടിന്റെ സൈഡില പാലത്തിന്റെ അടിയിൽ റൊമാൻസ്. പാലത്തിന്റെ അടിയില് പാലത്തിന്റെ അടിയിൽ മൈക്ക് പോയത്. കുറെ ഡിസ്കഷൻ ഉണ്ടായി അങ്ങനെ പുതിയ ആള് വേണോ അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴാണ് CC വിളിച്ച റോഷനോട് പറഞ്ഞ് നമ്മളിങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് പോകേണ്ട എന്താണ് ദൃശ്യ എന്നുള്ള ഓപ്ഷനിലേക്ക്. അപ്പൊ ഞാൻ ദൃശ്യ അപ്പോഴാണ് ഞാൻ ആലോചിക്കണത് ഇവള് മറ്റേ ആ പടത്തിന് ഹാപ്പി വെഡിങ് ശേഷം പിന്നെ വന്നിട്ടില്ലല്ലോ, അതെന്താ വരാറുന്നാണോ എത്രയായിരുന്നു പറഞ്ഞപ്പോ വേഗം പറഞ്ഞല്ലേ നമ്മുടെ ക്യാരക്ടറിന് ഭയങ്കര സ്യൂട്ടാണ്. അവര് നമ്മുടെ നേരിട്ട് പോയി കണ്ടു, കഥ പറഞ്ഞു. അവര് അനുവിന് ഭയങ്കര സ്യൂട്ടാണ്. നമുക്ക് ഞാൻ കുറെ ഓപ്ഷൻസ് അങ്ങോട്ടും കൊടുത്തായിരുന്നു, ഇൻ ദ സെൻസ് ഇവരൊക്കെ നന്നായിരിക്കും എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോ ഞാൻ പറഞ്ഞില്ല ഇത് ഭയങ്കര സ്യൂട്ടാണ് എന്ന് തോന്നിയിട്ടുണ്ട്. നാടൻ കുറച്ച് ബോൾഡ് ആയിരിക്കണം, എന്താ കാണാൻ ഒരു ഹീറോയിൻ്റെ ഒരു പരിപാടി ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ സിനിമക്ക് പറ്റിയ ഒരാളായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കയറുന്നു. പിന്നെ ഇവരെ നേരിട്ട് കണ്ടപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് അടുക്കുന്നതും ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു സിങ്ക് വന്നത്. ഒരു 3-4 ദിവസത്തെ ഷൂട്ടിന് ശേഷമൊക്കെയാണ് നമ്മൾ ആ ട്രാക്കിൽ കയറിയത്. അതുവരെ ഇങ്ങനെ ക്യാരവന്റെ അപ്പുറത്തെ ഡോറിൽ ഇപ്പുറത്തെ ഡോറിൽ ഞാൻ ഷോർട്ട് ആവുന്നു പോകുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ ലുക്കു ഒരു ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ആണ്. അങ്ങനെയാണ് സെറ്റ് ആയി കഴിഞ്ഞാൽ വൈബായി. പ്രധാനമായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം ശരിക്കും നമ്മുടെ ചെക്കനെ പറ്റിയിട്ടാണ്, കാർത്തിയെ പറ്റിയിട്ട്. കാർത്തിയാണ് ആ പാട്ട് എഴുതിയത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഷോക്കായിരുന്നു. അതെങ്ങനെ സംഭവിക്കുന്നത് ശരിക്കും? കാർത്തി എങ്ങനെയാണ് ലിറിക്സിസ്റ്റ് ആയത്? കൊറേ കാലമായിട്ട് അവന് അത് ഭയങ്കര ആഗ്രഹമുണ്ട്, പാട്ട് എഴുതുന്ന. അപ്പൊ നമ്മള് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് നമ്മുടെ ഫ്ലാറ്റിൽ ഇങ്ങനെ ചുമ്മാ വന്ന് നിൽക്കും. അതിങ്ങനെ ചുമ്മാ വന്നിരുന്നിട്ട് ഇങ്ങനെ. അപ്പൊ നമ്മളിങ്ങനെ ഓരോ ഓപ്ഷൻ ഇങ്ങനെ ബിബിൻ ഇങ്ങനെ പറയാം. അപ്പൊ ഈ പാട്ടിന് 1-2 ഓപ്ഷൻ വർക്കായില്ലേ ബിബിന്. അപ്പൊ ഞാൻ ഇങ്ങനെ കാർത്തിയോട് ചോദിച്ചു, ഇങ്ങനെ കാർത്തി ഇങ്ങനെ പറയുന്നുണ്ട് ബിബിന് എന്താണ് പരിപാടി. അപ്പൊ ഗൗതമിനെ വിളിച്ചപ്പോ അന്ന് എഴുതി നോക്കട്ടെ. അങ്ങനെ എഴുതിയപ്പോഴാണ് ബിബിൻ നോക്കി. അത് ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുറെ ഓപ്ഷൻസ് നോക്കി. നമ്മളിങ്ങനെ കുറെ ഓപ്ഷൻസ് ഇങ്ങനെ തെരഞ്ഞു വരുമ്പോഴൊന്നും നമുക്ക് സൂട്ട് ആവണില്ല. അപ്പൊ നമ്മൾ ഈ സൂട്ട് ആവാത്ത ഈ ലിറിക്ക് സൂട്ട് ആയില്ലെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമ്മള് ലാൻഡ് ആയതാണ്. പക്ഷെ കാർത്തി എഴുതിയപ്പോ കറക്റ്റ് ആണ്. അപ്പൊ ഒരെണ്ണം എഴുതിയപ്പോ ഓക്കെ ആയപ്പോ അടുത്തത് കൂടി നമ്മൾ എഴുതി വെച്ചു. അപ്പൊ രണ്ട് പാട്ട് ഇറങ്ങാൻ പോണ പ്രൊമോ സോങ്ങും കാർത്തി തന്നെയാണ് എഴുതി. ഈ വീഡിയോ റിലീസ് ആകുമ്പോഴേക്കും ആ സമയത്തേക്ക് ഇറങ്ങി. അശ്വിൻ ശരിക്കും ആസ് ആൻ ആക്ടർ ഒരുപാട് അശ്വിന്റെ ചില കൗണ്ടേഴ്സ് ഒക്കെ നമ്മൾ ഒരുപാട് എപ്പോഴും പൊട്ടിച്ചിരിപ്പിക്കാറുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നാറുണ്ട് അശ്വിന്.
അശ്വിൻ ആസ് ആൻ ആക്ടർ നമുക്ക് ഈ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം, എപ്പോഴെങ്കിലും ഒരു വേറൊരു ടേമിൽ വേറൊരു ട്യൂണിൽ പരിപാടി ചെയ്യണം എന്ന് ആലോചിക്കാറുണ്ട്? ആ. അല്ല ഇതിലെന്തെങ്കിലും സർപ്രൈസ് ഉണ്ടോ അങ്ങനെ? സീരിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അല്ല, നല്ല ചോദ്യമാണ്. ഞാൻ ചിരിച്ചു. അതെന്റെ പ്രശ്നം. അതിന്റെ പ്രശ്നം ഈ ചോദ്യം കറക്റ്റാ. കാരണം ഒരു നമുക്ക് ക്യാരക്ടേഴ്സ് കിട്ടുമ്പോഴല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും, അവസരം കിട്ടുമ്പോഴല്ലേ നമുക്ക് മുതലെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ വന്നൊരു മുതലെടുക്കണല്ലോ, അങ്ങനെ വന്നൊരു ക്യാരക്ടറാണ് ഇതില്. ഈ സിനിമയിലേക്ക് ഞാൻ ആദ്യം ഇന്നാവുന്നത് എന്നെ ആരെയും വിളിച്ചത് എന്നെ ഹരിച്ചേട്ടനാ വിളിക്കുന്നത്. ഹരിച്ചേട്ടനാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്. ഹരിച്ചേട്ടനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ല. പിന്നെ 2 മാസത്തോളം എന്നെ വിളിച്ചിട്ടില്ല. വിളിച്ചില്ല, പിന്നൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ 2 മാസത്തോളം വിളിച്ചില്ല. കാരണം അപ്പോഴേക്കും ഇവരെന്നെ മാറ്റുകയൊക്കെ ചെയ്തെന്ന് തോന്നുന്നു. വേറെ പലരെയും കുറിച്ച് ഇവർ ചിന്തിച്ചു. കാരണം പിന്നെ കറങ്ങി ഷൂട്ട് ഒരു 1 വീക്ക് ആകുമ്പോഴേക്കാണ് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ലുക്മാൻ്റെ കൂട്ടുകാരനായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ലുക്കുവിൻ്റെ കൂട്ടുകാരനായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാണ് എന്നെ ആദ്യം സ്ട്രൈക്ക് ചെയ്തൊരു പരിപാടി. കാരണം കുറേ കാലം മുമ്പേ ഞാൻ ഫോളോ ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഇന്ററാക്ട് ചെയ്തിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അല്ലല്ല ഞങ്ങൾ അല്ല അപ്പൊ അങ്ങനെ സുഡാനിലെ ടൈം തൊട്ടേ ഇവരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് അവസരങ്ങൾ കിട്ടിയാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വന്ന് വീണതാണ് ഈ ഒരു സ്പേസ്. അങ്ങനെയാണ് ലുക്കുവിൻ്റെ കൂട്ടുകാരനാന്ന് പറഞ്ഞപ്പോൾ ആ ക്യാരക്ടർ ചെയ്യാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയി. അപ്പോഴും ചോദ്യം ഉണ്ടായിരുന്നത് ഇപ്പോഴുള്ള പോലെ ഹ്യൂമർ ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണോ എന്നുള്ളതായിരുന്നു. ആ സമയത്തും കഥ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നില്ല. പിന്നീട് ഷൂട്ടിനോട് അടുക്കുമ്പോഴാണ് കഥയെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത്. ആക്ച്വലി ഇതിനകത്ത് ഞാൻ ഭയങ്കരമായിട്ട് ഹ്യൂമർ ബാലൻസ് ചെയ്തൊരു ക്യാരക്ടറല്ല. എനിക്ക് പേഴ്സണലി ഒരു ആക്ടിങ് സ്പേസിൽ ഒരു അടുത്ത സ്പേസ് തരാൻ, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആവാൻ സാധ്യതയുള്ള ഒരു ക്യാരക്ടറാണത്. ക്യാരക്ടറിന് വേറൊരു ലെയർ ഉണ്ട്, വേറൊരു ഫേസ് ഉണ്ട്. അപ്പം അത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. ഇനി വന്നു കഴിഞ്ഞാൽ പടം സക്സസ് ആവണമെന്ന് ഞങ്ങളെല്ലാവരും മനസ്സോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഏത് തരത്തിൽ വന്നാലും ആ കഥാപാത്രം എനിക്ക് ഫേവറേറ്റ് ആയിരിക്കും എപ്പോഴും. ശരിക്കും സീരിയസ് ആയി. ഇതില് ബേസിക്കലി എങ്ങനെ വെച്ചാൽ എല്ലാ ആൾക്കാർക്കും ഒരു ഷെയ്ഡ് അല്ല, ഇതെല്ലാവർക്കും 2 ഷെയ്ഡ് 3 ഷെയ്ഡ് വെച്ചിട്ട് ഉണ്ട്. അത് നമ്മള് ഇപ്പൊ ട്രെയിലർ ആയാലും ട്രെയിലർ കാണുന്നത് ഒരു ഷെയ്ഡാണ്, ഒരു സൈഡ് മാത്രമാണ്. ഇവർക്ക് എല്ലാവർക്കും ആ ഒരു ഏരിയ ഉണ്ട്. അതാണ് നമ്മള് എന്താ പറയാ ആൾക്കാർ ഇനി കാണുമ്പോ കൂടുതൽ ഇഷ്ടപ്പെടാനും ചാൻസ് ഉള്ള ഏരിയ. അങ്ങനെയാണ് നമ്മളിപ്പോ നമുക്ക് ഫീൽ ചെയ്യണത്. അങ്ങനെയാണ്. അങ്ങനെ തന്നെ ആവട്ടെ. ദൃശ്യ ശരിക്കും എന്തായിരുന്നു പരിപാടി? സൈമൻ കുറച്ച് സിനിമകൾ ചെയ്തു അറിയാം, അതല്ലാതെ എന്തായിരുന്നു സ്റ്റഡീസ്? ബാംഗ്ലൂർ പബ്ബിലായിരുന്നു. അല്ല ഞാന് ബാംഗ്ലൂരായിരുന്നു സ്റ്റഡീസിന് വേണ്ടിട്ട്. അവിടെയായിരുന്നു, പബ്ബിലല്ല, പഠിക്കാൻ വേണ്ടി പോയതാ. പബ്ബ് മോശമല്ലല്ലോ. അല്ല ഇവന്റെ വിചാരം ബാംഗ്ലൂർ പോണ വേറെ എന്തിനോ ആണ്. Don't underestimate Bangalore. Yes, don't underestimate Bangalore. അവിടെയായിരുന്നു പരിപാടി. അതെ അതെ, പഠിത്തം. അപ്പൊ അതാണ് ചോദിച്ചത്, സിനിമയിലെ ഓഡീഷൻസോ അല്ലെങ്കിൽ സിനിമ വരാറുണ്ടോ, കഥകൾ കേൾക്കാറുണ്ടായിരുന്നു? അല്ല ഞാൻ ഈ മറ്റേ മൾട്ടി ടാസ്കിങ്ങില് കുറച്ച് ബാഡാ. അപ്പൊ എനിക്ക് അല്ല അതായത് ഇപ്പം ലുക്കുവിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ലുക്കു 2-3 പടമൊക്കെ ഒരുമിച്ച് ചെയ്ത് എനിക്ക് അത് പറ്റില്ല. എനിക്ക് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരേ ടൈമില് എനിക്ക് ആ ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞാൽ അടുത്ത ഒരു ഇതിലേക്ക് പോവാൻ പറ്റുള്ളൂ. ആണോ? പൂർണ്ണമായിട്ട് അല്ല അപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട്, കുറെ പേര് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ലൈക്ക് അത് പറ്റില്ല. എനിക്ക് ഒരു ക്യാരക്ടറിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആവണം. എന്നാലും ആ പടം ഒന്ന് കണ്ടോക്കണം കൂടിട്ട് ഏതാ ക്യാരക്ടറിന്റെ അതല്ല ഇപ്പൊ അത് ആളുടെ ഫസ്റ്റ് ഡെബ്യൂട്ട് അല്ലേ? പിന്നെ തീപ്പെട്ടി എന്ന് പറഞ്ഞ പടം ചെയ്തില്ലേ? തീപ്പെട്ടി മാച്ച് ബോക്സ് ദൃശ്യം ഭയങ്കര കാലിബറില്ല, ഒരുപാട് ഫ്യൂച്ചർ ഉള്ള ഒരാളാണ്. ഉറപ്പല്ല സിനിമ ഇറങ്ങുന്നതോടുകൂടിട്ട് ഇറങ്ങുമ്പോ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കും. അതെ, മെമ്പർ. ഓക്കെ, നമ്മുടെ ഇന്റർവ്യൂവിന്റെ വളരെ മർമ്മപ്രധാനമായ ഭാഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അല്ലല്ല, തീരുന്നില്ല. മർമ്മപ്രധാനം അല്ലേ? ഇല്ല, കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ്
മേക്ക് ഫൺ സെൻസ് ഓൾ. ഇവളോട് 2 വട്ടം ചോദിക്കേണ്ടി വരും. ഓക്കെ, എല്ലാവരോടും കൂടി കേട്ടോ. Common. ക്വസ്റ്റ്യൻസ് ആണ്. അനായാസമായി വളരെ അത്ഭുതകരമായി റൊമാൻസ് ചെയ്യുന്ന മലയാളത്തിലെ ഒരു നായിക, ഒരു നായകൻ. ദൃശ്യ ലുക്മാൻ. അത് കൊള്ളാം. അത് ശരി. അല്ല അവൻ പറഞ്ഞു കറക്റ്റ്. എനിക്ക് feel ചെയ്തു. അതെ അതെ Okay, ഇനി അതൊരു Thanks. Very true. Right answer. വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ സാർ? എന്തെങ്കിലും ഇതിനപ്പുറം ഈ board 16 അതിഭീകരകാമം എഴുതി വെച്ചിട്ട് അപ്പുറം ഞാൻ ആരെന്തോ പറയാ. അന്ന് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൈഫിലെ ഒരു ഭീകര കാമുകൻ അല്ലെങ്കിൽ ഒരു ഭീകര കാമുകി മൊമെന്റ് പഠിക്കുന്ന സമയത്താവാം, അങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു ലവോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലവറോ ഇങ്ങനത്തെ ഒരു പ്രപ്പോസലോ അങ്ങനെ തോന്നിയൊരു സംഭവം ഉണ്ടോ? ഈ പടം തന്നെ ഞാൻ എന്റെ വൈഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന പടം. അതെന്താ? ഫെബ്രുവരി 14th ദീപ്തി ഗൗതം വൈഫാണ്. അത് വൈഫിന് അറിയില്ല. ഫെബ്രുവരി 14th നമ്മൾ ഈ പടം ലോഞ്ച് ചെയ്യുമ്പോഴാണ് നവംബർ 14th ഫെബ്രുവരി 14 ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഫെബ്രുവരി 14th നമ്മൾ ലോഞ്ച് ചെയ്യുമ്പോൾ ദീപ്തി ഗൗതം പ്രസൻസ് അന്നാണ് അവൾക്ക് അറിയണത് ഈ പടം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകണമെന്നുള്ളത്. തന്നെ അതന്നെ ഒരു സർപ്രൈസ് ആണ്. ഈ പടം തന്നെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അവൾക്ക് വേണ്ടിയിട്ടാണ്. അതിലപ്പുറം ഒരു ഉത്തരല്ലേ ഇതിന്? അതെ. ചെയ്ത് കാണിച്ചു. ദൃശ്യ, when you were in school, college, അങ്ങനെ എന്തെങ്കിലും ഉറപ്പായിട്ടും ഓഫ് കോഴ്സ് പ്രപ്പോസൽസ് ഉണ്ടാവും. സോ ആ പ്രപ്പോസൽസ് മറക്കാൻ പറ്റാത്ത ഭീകരൻ എന്നൊക്കെ തോന്നി. അല്ല, ദൃശ്യ അതങ്ങനെ പറയാറില്ല. Why? ഇല്ലാത്തതുകൊണ്ട്. അല്ല, nation wants to know, are you single or committed? I am very single. Okay, so all the people out there, she's single. So okay, ലുക്കു കല്യാണം കഴിഞ്ഞു ചോദിക്കുന്നത്. കുടുംബരാവും. ഓ, ആർക്കും അറിയില്ല. അതെ, അല്ല എല്ലാവർക്കും അറിയാം. അല്ല, പ്രണയം എല്ലാവർക്കും കല്യാണം കഴിയുന്നതിന് മുന്നേ എല്ലാവർക്കും പ്രണയം ഉണ്ടായിരുന്നു. അതെ. ഇത് ലവ് മാരേജ് ആയിരുന്നു. ലവ് മാരേജ് ഇൻ സെൻസ് ഒരു 1.5 വർഷത്തെ. മതിയല്ലോ. നല്ലതല്ലേ. അവിടെ അശ്വിന് പറയാനുണ്ടോ ഒരു കഥ? അല്ല, ഈ കഥകൾ അങ്ങനത്തെ ഒന്നും പറയാനില്ല. എനിക്ക് പ്ലസ് അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം. ഇല്ല ഇല്ല, എനിക്കങ്ങനെ അതിലൊന്നും അങ്ങനെ വലിയ എക്സൈറ്റഡ് ആയിട്ടുള്ള കഥകളൊന്നും ഇല്ല. എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കഥ 7ാം ക്ലാസ് അവിടെ ഇത് പറഞ്ഞു കഴിഞ്ഞു. 7ാം ക്ലാസ്സിൽ പ്രണയം പറഞ്ഞു. പ്രണയല്ലേ എൻ്റെ ഒരു അവിടെയൊക്കെ ഉള്ളു. അവിടെ പറഞ്ഞതും അതൊക്കെ കണ്ട എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. അത് വേറെ അങ്ങനെ എനിക്ക് കുറെ ഞങ്ങള് ലൊക്കേഷനിൽ എണ്ണും. ശരിക്കും കണ്ട പറയില്ലല്ലോ, കണ്ട ഒരു സൈലന്റ് ആയിട്ടുള്ള സൈലന്റ് കില്ലർ അല്ലേ? ഇവര് വെറുതെ പറയുന്നോ. കല്യാണം കാലം ഇതുവഴി കല്യാണം കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി എങ്ങനെ പറയണേ? ആള് മോശക്കാരനാടാ. വേണ്ട. ഓക്കെ, ലവ് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടിയിട്ടുണ്ട്? രണ്ടുമില്ല. എഴുതാനും നമ്മൾ എഴുതുന്ന അറിയാതെ ഇവിടെ ദൃശ്യം എഴുതിയിട്ടുണ്ട്. കൊടുത്തിട്ടുണ്ടാ? അതായത് റിലേഷനിലായിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇമെയിൽസും ലെറ്റേഴ്സ് ഒക്കെ എഴുതി കൊടുക്കും. ഏത് കാലത്തിലാ പഠിച്ചു? അല്ല, പക്ഷെ ഞാൻ ആ ഒരു ഇവരൊക്കെ എന്നെ തളവൈബെന്നാ വിളിക്കുക. സോ പ്രായമുണ്ട്. ഇല്ല, പ്രായമില്ല. ഇവര് ലവ് ലെറ്റർ ഒക്കെ സമയത്തുണ്ട്. ഞങ്ങളൊക്കെ മെസ്സേജ് അല്ല, ഇവരൊക്കെ പ്രായമെങ്കിലും മറ്റേ ജെൻസി ഇതില്ല. പക്ഷെ ഞാൻ എന്താ എഴുതി ആർക്കാ എഴുതിയെന്ന് പേരൊന്നും പറയണ്ട. നീ എന്താണ് നിന്റെ ചോദ്യത്തിന് ഉത്തരം പറ. എന്താ എഴുതിയെന്നോ? അത് കത്തൊക്കെ എടുത്ത് വായിക്കണ്ട. അല്ല, ചോദ്യം ചോദിച്ചേ. അതന്നെ എഴുതിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നേ. അപ്പൊ എഴുതിയിട്ടുണ്ടല്ലേ? എഴുതിയിട്ടുണ്ട്. എഴുതിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. കിട്ടില്ല. പിന്നെ മറുപടി വേണല്ലോ. പണ്ടൊക്കെ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ആരും അറിയാണ്ടൊക്കെ ഇങ്ങനെ ലെറ്റർ ഇങ്ങനെ എഴുതി നമ്മളിങ്ങനെ ആരും അറിയാണ്ട് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ വായിച്ച് ഇങ്ങനെ മറുപടി. സിനിമ കാണാൻ കൊതിയാവുന്നു. എന്തായി അതോടൊന്ന് പറഞ്ഞേ. പ്രപ്പോസ് ചെയ്യപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതി, ഇതിപ്പോ കല്യാണം കഴിഞ്ഞവർക്ക് ആവാം, ഫാന്റസി ആയിട്ട് ചിന്തിച്ചാൽ മതി. എന്നെ ഒരാൾ പ്രപ്പോസ് ചെയ്യെങ്കിൽ അത് ഇതിങ്ങനെ ആയിരിക്കണം. അതെങ്ങനെയാണ്? ആർക്കും പറയാം, കല്യാണം കഴിഞ്ഞവർക്കും പറയാം. ഇല്ലില്ല, ഒരു അങ്ങനത്തെ ചിന്തയില്ല.
ഒരു പെണ്ണ് കിട്ടിയാ ചെയ്താലും വേണ്ടില്ല, ചെയ്തില്ലേലും വേണ്ട. കല്യാണം നടന്നാ മതി. കല്യാണം നടന്നാ മതി എന്നാണ് ചേച്ചി. അങ്ങനെ പാസ്. അശ്വിൻ. അല്ല അവിടെ നിന്ന് ഇങ്ങനെ വരട്ടെ, എനിക്ക് ഒന്ന് ആലോചിക്കണേ, ഓ ആലോചിക്കണം. എനിക്ക് ഉണ്ടാക്കണം. സാറിന് എങ്ങനെ സാറിന്റെ പ്രണയവിവാഹം എനിക്ക് അങ്ങനത്തെ അതെ 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 പറയാണ്ടോ. ഭയങ്കര ഞങ്ങള് രണ്ടുപേരും ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ ദുബായില് ഒരു കമ്പനിയുടെ ഹെഡ് ഓഫ് MEP ആയിരുന്നു. അപ്പൊ അവള് പ്രോജക്ട് മാനേജർ ആയിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടുമുട്ടി, നമ്മള് ഒരുമിച്ച് കുറെ പ്രോജക്ട്സുകൾ ചെയ്തു. പിന്നെ അത് ഇതൊരു project ആയി. സോങ് ഇടണം. പിന്നെ അതെ അതെ പിന്നെ നമ്മള് കല്യാണത്തില് എൻഡ് ചെയ്തു. അങ്ങനെയായിരുന്നു. അങ്ങനെ Okay. ദൃശ്യ ഇങ്ങനെ എങ്ങനെ ഇവൾക്ക് ഭയങ്കര ഡ്രീമുള്ള ഒരാൾ അത്ര അതാണ് ചോദിച്ചത്. ആ, ഇത് So, ഇങ്ങനത്തെ ഭയങ്കര ചിന്താഗതിയുള്ള ആളുകളായതുകൊണ്ട് ഈ ആൻസർ അതായത് ഒരാള് എന്നെ ഇനി പ്രപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഒരാള് അത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ മേ ബി ഐ വിൽ ബി ഇംപ്രസ്ഡ്. അങ്ങനെ പ്രപ്പോസ് ചെയ്യണതിലല്ലല്ലോ കാര്യം. അല്ല എന്നാലും അത് ചില കഴിഞ്ഞിട്ട് ഞാൻ പറയില്ല ഫാന്റസൈസ് ആയിട്ട് ചെയ്യുന്നു. നീ അല്ല അങ്ങനത്തെ ഇമേജ് ഉള്ള ആളാണ്. പിന്നെ എന്താ ഇങ്ങനെ കാണിക്കുന്ന അറിയില്ല. നീ പറഞ്ഞ നിന്റെ ഒരു ഇമേജ് ഒന്നുമില്ല. എങ്ങനെ അപ്പൊ ഒരാൾക്ക് ഇപ്പൊ അതായത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നെ ഭയങ്കര ഒബ്സസ്ഡ് ആയിരിക്കണം. ആ ഓ അതൊക്കെ ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമല്ല. അതിപ്പോ പെൺകുട്ടി മാത്രമല്ല, ആൺകുട്ടികളായാലും ഓക്കെ ഒരു കെയറേറ്റായി ആവണം. അങ്ങനെയല്ല. അയ്യോ ടോക്സിക് അല്ല, അതല്ല. ഒരു പരിധി ടോക്സിക്. ഒരു ലിമിറ്റ് വരെ ഓക്കെയാണ്, പക്ഷെ ഒബ്സസ്ഡ് ആയിരിക്കണം. അപ്പൊ ഈ വെള്ളക്കുതിരയിൽ ഇങ്ങനെ നിശാഗന്ധി പൂത്ത വഴികളിലൂടെ അങ്ങനെ അല്ലെങ്കിൽ മുട്ടിന്റെ തെറ്റ പൊട്ടുന്നവരെ കറങ്ങി വന്ന് റോസാപ്പൂ തരണം. അതൊക്കെയാണ്. അതാ ചോദിച്ചത്. അതാ ചോദിച്ചത്. അത് ശരി. ജെന്യുവൻ ആയിരിക്കണം സംഭവം. ക്യാരക്ടർ അല്ല. എന്തൊക്കെയാ പറയുന്നത്? ജെന്യുവൻ ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ ആയിരിക്കണം. ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി വലിയൊരു സംഭവം അങ്ങനെയല്ലാണ്ട് ഇത് അങ്ങനെയൊന്നും അല്ല ചോദ്യം. ചോദ്യം ഒന്ന് കറക്റ്റ് പറയും. പറഞ്ഞു കൊടുക്ക്. ചോദ്യം ഇതല്ലേ? ഞാൻ പറഞ്ഞു, നീ എന്തൊക്കെ പറഞ്ഞു. പ്രപ്പോസലാണ് ആഗ്രഹിക്കുന്നത്? അങ്ങനെയല്ല. അങ്ങനെയല്ലേ? നിന്റെ അടുത്ത് പറഞ്ഞ അതൊരു ഇമേജ് ആണ്. നീ എങ്ങനെയാണ് അഥവാ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം? അതായത് ഇവിടെ പ്രശ്നം അതാണേ. പ്രപ്പോസ് നാളെ ഇതൊക്കെ സംവിധായകന്മാരെ അവസ്ഥ രീതി. ആ പ്രപ്പോസൽ എങ്ങനെയായിരിക്കണം? ജെന്യുവൻ ആയിട്ടുള്ള ഒരു രീതി ആയിരിക്കണം എന്ന്. എന്റെ പൊന്നുമുത്തേ പറഞ്ഞു അതിനൊരു ഫാന്റസി പറ. എങ്ങനെയായിരിക്കും ഒരു ഇമേജ് ഉണ്ടാവില്ലേ ഇങ്ങനെ വന്ന് പ്രപ്പോസ് നൂറാണെങ്കിൽ ചോദ്യം കെട്ടിക്കിടക്കുന്നത് ശരിയാതില്ല. പക്ഷെ ഇവള് ഏകദേശം ആൻസർ പറഞ്ഞു. അടുത്ത ഓക്കെ ഓക്കെ ലുക്കുന് എന്തെങ്കിലും അങ്ങനെ ഒരു ഇനി ആരും പ്രപ്പോസ് ചെയ്യണം. തലച്ച് ഞാൻ കറങ്ങണ്ടേ വേറെ ആരും. ഓക്കെ നിങ്ങളൊരു മൂവി സീനിൽ റൊമാൻറ്റിക് സീനിൽ അഭിനയിക്കുകയാണ്. ലോകത്തുള്ള ഏതെങ്കിലും ഒരു ഹീറോ അല്ലെങ്കിൽ ഹീറോയിനെ നിങ്ങൾക്ക് നായികയോ നായകനോ ആക്കാം. ആരാവണം നിങ്ങളുടെ ഹീറോ റൊമാൻറ്റിക് പേർ? ഇനി ദൃശ്യ എന്ന് പറയുന്നത് അവര് പറയണ്ടേ അല്ല ഞാൻ പറ നിങ്ങൾ മൂന്നുപേരും മൂന്നുപേരാണ്. ടെൻഷനുള്ള ചോദ്യങ്ങൾ. അതായത് ആക്ടേഴ്സിനുള്ളത്. അല്ല എനിക്ക് അങ്ങനെ ആരെങ്കിലും കലക്കി ഡയറക്ടർ പറഞ്ഞ പ്രേമിക്കും. അനി ദൃശ്യ പറ. Same, same pitch. ഡയറക്ടർ പറഞ്ഞ പ്രേമിക്കും. അതിന് ഇന്ന ആളൊന്നുമില്ല. രൺബീർ കപൂറിന്റെ നായികയാണെന്നില്ല. അല്ല, അയ്യോ അങ്ങനെയൊന്നുമല്ല. എന്തൊന്ന് പറയണേ? അയ്യോ, അങ്ങനെയൊന്നുമല്ല. നെക്സ്റ്റ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റിൽ വിശ്വാസം ഉണ്ടോ അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടോ? Love- ഫസ്റ്റ് നൈറ്റ് ആകെ ഒറ്റ നിന്റെ ചിന്ത mind തുടങ്ങി. നിന്റെ mind പ്രശ്നതാ. ഒറ്റ മൈൻഡാ. നീ വിചാരിക്കണ പോലെയല്ല. ഞങ്ങൾ ജെൻസി അത് കേട്ടപ്പോഴേ അറിയാം. ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞപ്പോഴേ അറിയാം. അമ്മാവൻ അല്ല പറഞ്ഞു ചോദ്യം തരുന്നത് ലവ് അറ്റ് ഫസ്റ്റ് First night ല് വിശ്വസിക്കുന്നുണ്ടോന്ന്? അതെ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ വിശ്വാസം ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ? ആക്ച്വലി ചോദ്യങ്ങളെല്ലാം ദൃശ്യക്ക് പറ്റിയ ചോദ്യങ്ങളാണ്. അവൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അവളിപ്പോ എന്താ കാണിക്കുന്നത്? ഇതാണ് ലുക്ക് പറ. വേറെന്തോ പിടിച്ചിരിക്കാൻ വേറെ സാധനം പിടിച്ചിട്ടുണ്ട്. അതല്ല ഒരു കോളേജിൽ ഒറ്റ ദിവസം എന്നുള്ളത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അതാണ് കോളേജിൽ ഞാൻ ചോദിക്കുന്നത്. എന്താന്ന് വെച്ചാല് ഈ സിനിമയില് കോളേജ് സീക്വൻസ് ഇല്ല. അപ്പൊ നമ്മുടെ നാട്ടില് ഞങ്ങള് വേറെ കുറെ സീന് നാട്ടില് റേഷൻ കടയിൽ പോകുന്നു, അരി മേടിച്ചോണ്ട് വലിയ ഗുണമൊന്നുമില്ല. അതിനൊക്കെ വരും. ഒരു കൗട്ട അത് കഴിഞ്ഞ് നാളെ മുതൽ കോളേജ് തുടങ്ങണം. അപ്പൊ ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കുക അവിടെ. അപ്പൊ കോളേജില് 200 ഗേൾസ് വേണം, ഒരു 300 ബോയ്സ് വേണം. ഗേൾസ് ഇങ്ങനെ ഒരു 20-25 ഇടയിലായിരിക്കണം പ്രായം. അപ്പൊ നമ്മള് അങ്ങനെ ഒക്കെ ബാക്ക് ചെയ്തിട്ട് അല്ല ശ്രീകുട്ടൻ വേണ്ടേ കോളേജ്? അപ്പൊ സീൻ ഉണ്ടാക്കുക. വേദി ഇരുന്നുണ്ടാക്കാം. അല്ല സിസി അല്ലെങ്കിൽ ഒരു കാര്യം അർജുന കോളേജിൽ കൊണ്ടുവിടാൻ ശ്രീകുട്ടൻ അങ്ങനൊക്കെ രാത്രിയൊക്കെ വിളിക്കും സീസീനെ. എന്നിട്ട് ഇവനറിയാതെ കൊറേ സീൻ ഷൂട്ട് ചെയ്ത് ഇവ അറിഞ്ഞാ വേറെ സാധനം
എന്നിട്ട് അവിടുന്ന് പിന്നെ കൊറേ ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ് ഞാനും കേട്ടിരിക്കുന്നു കൊറേ. നിറയെ ഞാനും കേട്ടിട്ടുണ്ട്. ഏ? ഞാനും കേട്ടിട്ടുണ്ട് കൊറേ. ഉണ്ടായിട്ടൊന്നും എത്ര പേര് എന്നോട് ചോദിക്കണ്ടായില്ല ആ കുട്ടിയുടെ പേരെന്താ. അങ്ങനെ സന്തോഷം ഉണ്ടോ കോളേജിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്? സന്തോഷം ഉണ്ടോന്നാ? ഓ അതിപ്പോ എനിക്ക് മനസ്സിലാവുന്ന കോളേജിൽ ഞാനില്ല. അതെ അതാ ഞാൻ പറഞ്ഞു. കോളേജിൽ ഒരു ദിവസം കണ്ടോ ഇനി ഇവര് റൂമിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു സൗകര്യം തരൂല. ഇങ്ങനെ വിളിച്ചോണ്ട് പോകും. എടുത്ത് കാണിക്കട്ടോ. എന്തൊക്കെ റൂമിൽ ഇവനെ വിളിച്ചു വരുത്തായിട്ട് ഈ റൂമിൽ ഒറ്റക്കോ ഇരട്ടക്കോ. ഓക്കെ, ദൃശ്യകന്തു വളരെ അല്ലല്ല അത് മറ്റേ ആൻസർ കിട്ടി. മറ്റേ അണ്ടർ വാട്ടറിൽ പ്രപ്പോസ് ചെയ്യുന്നത്. സ്കൂബ ഡൈവിംഗ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇവള് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ശരിക്കും തലേദിവസം കൊടുക്കണമായിരുന്നു. അവളത് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഞാനതാ പറഞ്ഞ ഈ വിഷലുള്ള ആളാണ്. അപ്പൊ ടോക്സിക് അവനല്ലേ? അല്ല അങ്ങനെ ഫാന്റസി ഉള്ള ഒരാളായിരുന്നു. ഫാന്റസി ശ്വാസം കിട്ടാതെ നീന്തറിയാതെ സ്കൂബ ഡൈവിംഗ് ചെയ്യുമ്പോ അതിന്റെ ഉള്ളിൽ എന്താ പറയാ സംസാരിക്കാൻ. ആക്ഷൻ. അവിടെ ശോഭയാർന്ന ആകാശ വീതികളിൽ അല്ല വെറുതെ നടക്കുന്നില്ല, വെറുതെ സ്വപ്നം കാണാലോ. അത് നടക്കാത്ത കാര്യമല്ല. ഒരിക്കൽ പോയൊക്കെ വെറുതെ അണ്ടർ വാട്ടർ പോയൊക്കെ ചിലപ്പോ അച്ഛൻ മുങ്ങാൻ പഠിക്കും. ഞാൻ അണ്ടർ വാട്ടർ പോയതാന്ന്. അതിന് വേണ്ടി പോയി വേറെ കഥ. ഏത് സീനായിരുന്നു? ഓക്കെ, നിങ്ങളുടെ ലൊക്കേഷനിൽ ഒരു ക്യാമറ BTS എടുക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്യാന്ന് വെക്കുക. ഏത് സീനിലായിരിക്കും കൂടുതൽ ചിരി ഉണ്ടാവും? ഏത് സന്ദർഭത്തിലായിരിക്കും? അതല്ലെങ്കിൽ എന്തായിരുന്നു ഒരു ഫണ്ണി മൊമെന്റ്? ക്യാമറയുടെ പിന്നെ കുറച്ചെല്ലാം വിട്ടിട്ട് ഒരു ക്യാമറമാൻ എനിക്ക് ഉണ്ടാവും. ഇതൊക്കെ ഈ ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വേണം മോണിറ്ററിന്റെ ബാക്കിലിരുന്ന് ഞാനും എപ്പോഴും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ബാക്കിൽ ഇങ്ങനെ ലൈക്ക് ഇതിൽ പോയി ഇരിക്കും. കാരണം ഇവിടെ നല്ല എക്സ്പീരിയൻസ് അവരിങ്ങനെ ഓരോ തമാശയും അതും ഇതൊക്കെ പറയണേക്കെ. ഓക്കെ, ഇഫ് ദിസ് മൂവി ഈ മൂവിയെ ഒരു ഫുഡായിട്ട് ഉപമിച്ചാൽ അത് എന്ത് ടൈപ്പ് ഓഫ് ഫുഡ് ആയിരിക്കും? സ്പൈസി ആണോ, സ്വീറ്റ് ആണോ, അല്ലെങ്കിൽ ഡേഞ്ചറസ്ലി മിക്സ്ഡ് ആയിട്ടുള്ള എല്ലാ ഫ്ലേവേഴ്സും ഉള്ളതാണ്? സ്വീറ്റ് ആൻഡ് സോർ. സ്വീറ്റ് ആൻഡ് സോർ. ഡ്രാഗൺ ചിക്കൻ. സ്വീറ്റ് ആൻഡ് സാൾട്ടോ അല്ല, സോർ സ്വീറ്റ് ആൻഡ് സോർ. ഹണി ഗ്ലേസ്ഡ് പെപ്പർ ചിക്കൻ. അവിടെ എന്താ ബട്ടർ ചിക്കൻ? എന്താ? അല്ല ഡ്രാഗൺ ചിക്കൻ. ഡ്രാഗൺ ചിക്കൻ. കാരണം കൂടെ കാരണം അതില് ഓരോ ഫുഡ് ഫുഡൊക്കെ പറയാ. അതില് കുറച്ച് അത് കഴിക്കുമ്പോ സ്വീറ്റ് ആയിരിക്കും, കുറച്ച് എരിവ് ഉണ്ടാവും. കഴിക്കുമ്പോ സ്വീറ്റ് ആയിരിക്കാം, കുറച്ച് കഴിയുമ്പോ പറഞ്ഞു കഴിഞ്ഞു, ശ്രദ്ധിച്ചിരിക്കണായിരുന്നു. അല്ല, ഇവര് ലൊക്കേഷനിൽ എങ്ങനെയായിരുന്നു? ഒരു ബാക്ക് ബെഞ്ച് മോഡായിരുന്നു? പിന്നെ ഇതാണ് ലൊക്കേഷൻ. ഏകദേശമൊക്കെ എങ്ങനെ അതുകൊണ്ട് കുറച്ച് ബഡ്ജറ്റ് കൂടി പോയി. ഫസ്റ്റത്തെ ഒരു 20 ദിവസമൊക്കെ എങ്ങനെയായിരുന്നു. അവസാനത്തെ ഒരു 10 ദിവസം കുറച്ച് ടൈറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പൊ പിന്നെ വേഗം വന്ന് അഭിനയിക്കാന്നുള്ള സീനായിരുന്നു. Okay. Which emoji describes your love life right now? എന്തിപ്പോ ഒരു ഇമോജി, നിങ്ങളുടെ ഒരു ലവ് സ്റ്റാറ്റസ് പറയാനായിട്ട് അല്ലെങ്കിൽ ഒരു ലവ് ഫീൽ പറയാനായിട്ട് ഒരു ഇമോജി ഉണ്ടെങ്കിൽ അത് എന്ത് ടൈപ്പ് ഓഫ് ഇമോജി ആയിരിക്കും? പറഞ്ഞാൽ മതി, നമ്മൾ വാട്സാപ്പിലൊക്കെ സെൻഡ് ചെയ്യൂലേ. മറ്റേ റോസപ്പൂ വാടി നിൽക്കുന്നില്ല, അതാണ്. ക്ലൈമാക്സോട് പറഞ്ഞാണ്. ഓക്കെ, അവിടെ സാറിന് ഇമോജി ആയിട്ട് സ്മൈലി ഇമോജി തന്നെയാണ്. സ്മൈലി അവിടെ മറ്റേ അങ്ങനെ എനിക്ക് മറ്റേ കിറിങ്ങി നിക്കൂല തലക്കൊക്കെ എന്തോ. ഞാൻ അധിക സമയം അങ്ങനെയാണ്. Okay, who among your friends gives the worst love advice? ആരാണ് കൂട്ടത്തിലെ ഡോക്ടർ ലവ്? അതായത് ഒരു ലവിന്റെ കാര്യം വന്നാൽ ഈസ് ദ ബെസ്റ്റ് അഡ്വൈസ്. നമ്മുടെ ടീമിലാണ് ടീമോ അല്ലെങ്കിൽ പുറത്തോ? നമ്മുടെ ലൊക്കേഷനിൽ കാർത്തിയായിരിക്കും. അവരങ്ങനെ വിളിച്ചില്ല. പക്ഷെ അവന്റെ സംസാരത്തിൽ 2K ആണെങ്കിലും അവൻ പ്രായത്തിൽ 2K ആണെങ്കിലും
സംസാരം മറ്റേ വേറെ വേറെ അവൻ നേരെ ഓപ്പോസിറ്റ്. അവൻ കേൾക്കണ പാട്ടുകൾ പഴയ പാട്ട്, അതുകൊണ്ടാണ് പ്ലേലിസ്റ്റ് ഉറപ്പായിട്ടും അങ്ങനെ എഴുതാൻ എഴുതാൻ പറ്റുണ്ടാവുക. അല്ലെങ്കിൽ പ്രേമാവതി മാത്രമേ ഉള്ളൂ. അതായത് ഇവനെ എനിക്കാണ് ആദ്യം അറിയണ്ടായിരുന്നത് ജിംഖാനെ. അങ്ങനെ CC വിളിച്ചു അങ്ങനെ അല്ല CC ഇവനെ അറിയണ്ടാവും. CC എന്നോട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് കാർത്തിയോട് പറയുന്ന കാർത്തി വരുന്നു. കാർത്തി വന്നിട്ട് അപ്പൊ നമ്മളെ അസോസിയേറ്റ് അവിടെ ഉണ്ടായിരുന്നു. അസോസിയേറ്റ് നമ്മുടെ അസോസിയേറ്റ്. അപ്പൊ കാർത്തി വന്നപ്പോ നമ്മള് എന്തായാലും നല്ലത് ഒരു 2K ഇട്ട് കൂടുള്ളത് നല്ലതല്ലേ, നമുക്ക് ഡയലോഗ്സിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മൊത്തത്തിലൊരു വൈബും പരിപാടിയൊക്കെ നടക്കൂലെന്ന് നോക്കുകയാണ് CC. അങ്ങനെ CC-നായിട്ട് അവൻ കമ്പനിയായി. ഞാൻ തിരിച്ചു വീട്ടി വന്നു. ഇവരെ അവിടെ ചില്ല് ചെയ്ത് ഒരു ദിവസം രാത്രി CC-നെ വിളിക്കാം, എടാ 2K അടുത്തത് Okay. In your life, love is dash. How you feel that? Dash. What is love? Love is dash. Love is dash. Equality. Equality. Great. Yes, look, ഞാനിപ്പോ എന്ത് പറയും? പറയാനില്ല. പറ CC. Love എന്താണ് love? Understanding. Equality, understanding. അതൊക്കെ തന്നെ. Yeah, thanks. Love is fine. Understanding. അവിടെ അതന്നെ ലവ് എന്താ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് കാണുന്ന ഒരുപാട് ഗേൾസ് ഉണ്ടാവും. മനസ്സിലെന്താ ലവ് എന്ന് പറഞ്ഞാൽ ശരിക്കും ലവ് ആക്ച്വലി ലവ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളൊരു കവിതാക്കൾ ഉപരി ഡിവൈൻ ആണ്. നമ്മുടെ അമ്മയോടുള്ള എന്തോ ഞാൻ ലവ് മാത്രം അങ്ങനെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. Love is unexplainable. ഓക്കേ മാറ്റി ഒറ്റ കിട്ടുകൊടുത്താ പോയി ആ ക്യാമറ അതങ്ങോട്ട് വെക്കട്ടെ. ഓക്കെ, നമ്മളൊക്കെ ചെറുതായിരുന്ന സമയത്ത്, കുഞ്ഞല്ല ഒരുപാട് കുഞ്ഞല്ല, ഒരു ഹൈസ്കൂള് +2 ആ പ്രായം. ഓക്കെ, ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടാവും ഭാവിയിൽ. അങ്ങനെയുള്ള ബിസിനസ് ഐഡിയ എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നു ചെറുപ്പത്തിൽ? എനിക്ക് ആക്ച്വലി ബിസിനസ് ചെയ്യണമെന്നൊന്നും ഉണ്ടായില്ല. എങ്ങനെയാലും സിനിമ ചെയ്യണമെന്നായിരുന്നു. +2 പഠിക്കുമ്പോ സിനിമ സ്വപ്നമൊന്നുമില്ല. എനിക്ക് നാടകങ്ങൾ ചെയ്യാൻ, സിനിമ എന്നുള്ള സ്വപ്നം ഒരു എവിടെയില്ല. കാരണം നമുക്കത് ആഗ്രഹം അന്ന് ഉള്ള എന്താ വെച്ചാല് +2 കഴിഞ്ഞ് നമുക്ക് മുംബൈയിൽ പോണം, എന്നിട്ട് അവിടുത്തെ അങ്ങനെയൊക്കെ സ്വപ്നമാണ്. ഞാൻ നൗഫലിന്റെ കുടർമുനിയൊക്കെ നൗഫലിലൊക്കെ ഞങ്ങള് കോളേജ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയറിലൊക്കെ പറയായിരുന്നു നമുക്ക് മുംബൈയിൽ പോയിട്ട് അവിടെ പോയിട്ട് മറ്റേ അവരൊക്കെ പോലെ ആവണം, ചെറിയ തുടങ്ങാം. ഞങ്ങൾ അങ്ങനെ പഠിക്കണില്ല, എക്സാം ഒന്നും എഴുതണ്ട, നമ്മൾ എന്തായാലും മുംബൈ പോകാൻ തീരുമാനിച്ചെന്നുള്ള കൂടെ വന്ന് പോയിരുന്നെങ്കിൽ ആ സമയത്ത് ഞാൻ ശരിക്കും ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ഡയറക്റ്റ് ആയിട്ട് സാധനം എടുത്തിട്ട് ഡോർ ടു ഡോർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിന്റെ ഗുജറാത്ത്. പക്ഷെ കോളേജിനൊക്കെ ശേഷല്ലേ? അല്ല ദൃശ്യം എന്തെങ്കിലും ഞാൻ ആസ്ട്രോണറ്റ് മറ്റേ പരിപാടി ഭയങ്കര ഫാന്റസി ആയിരുന്നു, സ്പേസ് ആ സംഭവങ്ങളൊക്കെ. പക്ഷെ വീട്ടുകാര് എനിക്ക് അതിനുള്ള ബുദ്ധിയില്ലാന്ന് വീട്ടുകാർക്ക് മനസ്സിലായി. അത് വേണ്ട വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടാവണം. എന്നെ വീട്ടുകാര് പറഞ്ഞോടാ സെപ്പറേറ്റ് കട്ട് തരാം. അത്രയും അടുപ്പുള്ളോണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോ അല്ലല്ല അങ്ങനൊന്നും ഇല്ല. ഇറ്റ്സ് ഫൺ. യുവർ ഫേവറേറ്റ് ക്യാമ്പസ് മൂവി ഇൻ മലയാളം? ക്ലാസ്മേറ്റ്സ് മലയാളല്ലേ? മലയാളം
തട്ടത്തിന് പറയാം ക്ലാസ്മേറ്റ്സ് അത് ക്യാമ്പസ് മൂവി പ്രേമം ക്യാമ്പസ് ഉണ്ട്. നോട്ട്ബുക്ക് നല്ലതാ, അത് പിടിച്ചോ. ഈ ചോദ്യം ഞങ്ങൾ പറഞ്ഞ നോട്ട്ബുക്ക് നല്ലതാ. ഉത്തരവുമായി ഉത്തരവുമായി ബന്ധപ്പെട്ട ഒരു വോട്ടിങ്ങിന് വെക്കണം കേട്ടോ. ക്ലാസ്മേറ്റ്സ് പറയും, ഞാനും ക്ലാസ്മേറ്റ്സ് ആണ്, രണ്ട് ക്ലാസ്മേറ്റ്സ് ആണ്. അല്ല ഏതാ നോട്ട്ബുക്ക്. നോട്ട്ബുക്ക്. ഓഡിയൻസ് കമന്റ് ചെയ്യട്ടെ അല്ലേ അവർക്ക് അതെ, ക്യാമ്പസ് മൂവി എന്നുള്ളത്. ഓക്കെ, ഇനി അപ്പൊ ഫൈനൽ ഒരു ഈ സെക്ഷനിൽ ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഈഗർലി ഇപ്പോൾ റീ റിലീസിന്റെ സീസൺ ആണ്, അപ്പൊ ഈഗർലി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന, തിയേറ്ററിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, റീ റിലീസ് ആവശ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സിനിമ? രാജമാണിക്യം. ഓ റീ-റിലീസിന് എനിക്ക് അത്ര താല്പര്യമില്ല, അത്ര ഹാപ്പി അല്ല. ഓൾറെഡി എടുത്ത് വെച്ച പടം അങ്ങനെ കാണാന്നല്ലാണ്ട് അല്ല നല്ലൊരു തിയേറ്റർ അല്ല അന്യൻ വരണം അന്യൻ. വ്യത്യസ്തരാണ്, നമ്മൾ ചിന്തിച്ചിട്ടില്ല ആരും. അതെ അതെ, അല്ല നമ്മള് മമ്മൂക്കലാലട്ട അങ്ങനെ വിചാരിക്കില്ല. എല്ലാ അതെ. പഴയ സിനിമകളും എൻജോയ് ചെയ്യുന്നു. അല്ല സാർ എന്തോ കാര്യം? അല്ല, എനിക്ക് റീ റിലീസിന് അങ്ങനെ അത്ര എനിക്ക് എല്ലാ പടം അങ്ങനെ കാണാന്നല്ലാണ്ട് തിരിച്ചു വീണ്ടും അങ്ങനെ തിയേറ്ററിൽ വീണ്ടും പോയിട്ട് കാണുമ്പോൾ എനിക്ക് ആ ഫീല് കിട്ടാറില്ല. എനിക്ക് ആ മുമ്പ് കാണുന്ന അത് ചിലപ്പോൾ ടി വിയിൽ കാണുമ്പോൾ കിട്ടാറുണ്ട്. അതാ നമ്മൾ പണ്ട് കണ്ടിട്ടുള്ളത് അങ്ങനെ മനസ്സിലുള്ള ഒരു പരിപാടി എന്നല്ലാണ്ട് പുതിയതായിട്ട് വീണ്ടും റീ റിലീസ് ചെയ്യുമ്പോൾ എനിക്ക് ആ ഫീല് കിട്ടാറില്ല. അതെ അതെ, ഇപ്പൊ എസ്പെഷ്യലി രാമണപ്രഭു ഇറങ്ങിയ അല്ല, അത് ഒരു പക്ഷെ നമ്മള് നാട്ടിൽ കാണുമ്പോ ആയിരിക്കാം, ഞാൻ ദുബായിലാണ്, നമ്മൾ കാണുമ്പോ നമ്മുടെ ക്രൗഡും വ്യത്യാസമുണ്ട്, ക്രൗഡ് വൈബും വ്യത്യാസം ഉണ്ടാവും. ഇനിയിപ്പോ ഇവിടെ ഓളം ഉണ്ടാക്കാൻ അവിടെ റിലീസ് എല്ലാ സിനിമകളും എന്നോട് പറഞ്ഞു നരൻ റിലീസ് ചെയ്യണം ലിസ്റ്റിലാണ്. അത് പറഞ്ഞു കൊടുത്തതാണ്. ഇവനെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പൊട്ടത്തരം എന്റെ ചെവിയിൽ പറഞ്ഞു തന്നിട്ട് ഞാനത് പറഞ്ഞു. ഞാൻ അങ്ങനെ ആയാലോ എന്ന് ജസ്റ്റ് നരൻ സേഫ് അല്ലേ? സേഫ് ആൻസർ അല്ലേ? എന്താണെന്നറിയോ, അത്തരം ഇന്നത്തെ യൂത്തിന് പഴയ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടല്ല റീ റിലീസിന് കയറുന്നത്. അവര് അതിനകത്ത് ഉണ്ടാവുന്ന ഒരു ഓളം ഉണ്ടല്ലോ, പാട്ടുകൾ സെലിബ്രേറ്റ് ചെയ്യാനാണ്. അതുകൊണ്ടാണല്ലോ ആകാശദീപങ്ങൾ സാക്ഷി എന്ന് പറഞ്ഞ പാട്ടിന് വൺ ഡാൻസ് ആയിരുന്നല്ലോ. അല്ല സത്യം, ആരോ അല്ല, ഒത്തിരി പേര്. എനിക്ക് തോന്നിയൊരു കാര്യം, അവര് പഴയ സിനിമയുടെ ഒരു പവർ അറിഞ്ഞിട്ടൊന്നുമല്ല, പിന്നെ ആ സിനിമകളൊക്കെ എന്നും ഓർമ്മയാണല്ലോ, അതിന്റെ ഒരു പവർ. അതാണ് നരൻ ഞാൻ പറയാൻ കാരണം. കാരണം വേൽമുരുകൻ ഉണ്ടാക്കുന്നോളം വേറെ ഒന്നും ഉണ്ടാക്കും തോന്നില്ല. അവിടെ കൊടുത്തല്ലേ, പറഞ്ഞില്ല. അതുകൊണ്ടൊന്നല്ല, എല്ലാ പഴയ സിനിമകളും. അല്ല, ദൃശ്യം ശരിക്കും എത്രത്തോളം അപ്ഡേറ്റഡ് ആണ് സിനിമയിലും കറന്റ്ലി ഇറങ്ങുന്ന സിനിമകളൊക്കെ കാണാറുണ്ടോ? അല്ല, ഇവരിങ്ങനെ പറയുന്നുണ്ടോ ചോദിച്ചു. അല്ല, കറന്റ്ലി സിനിമകളൊക്കെ കാണാറൊക്കെ. കാന്താര. അയ്യോ, ലുക്ക് പറഞ്ഞില്ല. രാജമാണിക്യം വേണം, അത് സത്യം. ഒരു പരിപാടി വേണം, അതിനാണ് ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. സോ എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം അതിഭീകര കാമുകന്റെ ആ പാട്ടായാലും ശരി, അതിന്റെ ട്രെയിലർ ആയാലും ശരി, വളരെ പ്രോമിസിംഗ് ആണ്. അതിന് മുമ്പ് ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ, കൊറോണ ദവാന്റെ എന്തെങ്കിലും സെക്കൻഡ് പാർട്ട് വല്ലതും പ്ലാൻ ഉണ്ടോ? പ്രതീക്ഷിക്കാം ഡിസ്കഷൻ നടക്കുന്നുണ്ട് ആണല്ലേ? ഓക്കെ, അപ്പൊ അത് സംഭവിക്കട്ടെ. സോ അതിഭീകര കാമുകൻ ഒരു വൻ വിജയമാവട്ടെ. നവംബർ 14 എല്ലാ ആളുകളും തിയേറ്ററിലേക്ക് വരിക, തിയേറ്ററിൽ പോയി തന്നെ കാണുക. സോ ദൃശ്യം ഒരു വെൽക്കം ബാക്ക് കൂടിയാണല്ലേ, ഒരു കം ബാക്ക് കൂടിയാണ്. വെൽക്കം ബാക്ക്, കം ബാക്ക്. അപ്പൊ ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.